ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എനിക്ക് വന്നിട്ട് അമ്മായിയോട് ചോദിക്കുന്നുണ്ട്, വാട്ട് അബൌട്ട് ശ്രുതി? അതിന് അമ്മായി ഒന്നും മിണ്ടാതെ, അല്ല അഞ്ജലിയെ കണ്ടില്ലല്ലോ. അഞ്ജലിയും ശ്യാമും കൂടെ ഹോസ്പിറ്റലിൽ പോയതാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുട്ടികളെവിടെ? അവരെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് പ്രീതിമോളെ എന്ന് വിളിക്കുമ്പോഴേക്കും ശ്രുതിയാണ് കേട്ടോ വരുന്നത്. അയ്യോ അമ്മായി ഇതെപ്പോ എത്തി? എന്താ അമ്മായി വന്നത്? ഞാൻ പ്രീതിമോളെയും ആകാശ് മോനെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. അതെയോ, ഞാനും വരുന്നു. ഞാനേ പെട്ടെന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോവാണ് കേട്ടോ. ശ്രുതി പോയതിന് ശേഷം നമ്മുടെ മനോരമ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ടിട്ടാ സാധനത്തിന്റെ കാര്യം എങ്ങനെയാ? അവളിവിടെ പേരിനൊരു മരുമകളായതാണല്ലോ. മനോരമേ, എന്തിനും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ വന്നത് പ്രീതിമോളെയും ആകാശമോനെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാ. അക്കാര്യം മാത്രം സംസാരിച്ചാൽ പോരെ? ആഹാ, ആൻസർ മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിച്ചാൽ മതിയല്ലോ എല്ലാവർക്കും എന്ന് പറയാട്ടോ മനോരമ. അതിനുശേഷം നമ്മുടെ ശ്രുതി ഒരുങ്ങുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പറയുന്നുണ്ട്, അമ്മയ്ക്കും അമ്മായി ഇപ്പോഴും എന്നോട് പിണക്കുണ്ട്, സാരില്ല, എങ്കിലും ചേച്ചിക്കൊപ്പം എന്നെയും കൂട്ടാന്ന് സമ്മതിച്ചല്ലോ. വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും തുറന്ന് സംസാരിക്കണം. അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും എന്നോടുള്ള പിണക്കം മാറിക്കിട്ടും, ഇല്ലെങ്കിൽ മാറ്റിയെടുക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കട്ടോ. അതിനുശേഷം നമ്മുടെ പ്രീതിയും ആകാശും ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട്. മുത്തശ്ശിയുടെയും മനോരമയുടെയും കാലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട്. അല്ല മനോരമേ, വീട്ടിലേക്ക് കൊടുത്തു വിടാനുള്ളതൊക്കെ കൊടുത്തല്ലോ അല്ലേ? അതല്ലേ അമ്മ ഈ കൊടുത്തത്? പാർട്ടിച്ച മരുമകളുടെയും കൂടി ഞാൻ കൊടുക്കേണ്ടി വരുമോ എന്ന് മനോരമ ചോദിക്കുമ്പോൾ, അതിന്റെ ഒന്നും ആവശ്യമില്ല മനോരമേ, ഞാൻ വന്നത് ഇവരെ കൂട്ടിക്കൊണ്ടു പോവാനാ. അപ്പോഴേക്കും എനിക്ക് കയറിയിട്ട് പറയുന്നുണ്ട്, അയ്യോ അപ്പൊ ശ്രുതിയെ കൊണ്ടുപോകുന്നില്ലേ? ശ്രുതി ഇപ്പൊ മാറ്റിയിട്ട് ജസ്റ്റ് വെയിറ്റ്. ഇല്ല, അവളെ കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്, ഇവരെ കൊണ്ടുപോകാനാന്ന് രാധ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, രാധെ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ അശ്വിനും ശ്രുതിയും ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരെ ഇങ്ങനെ ഒഴിവാക്കണോ? ശ്രുതിയെ പോലെ തന്നെ അശ്വിനും തെറ്റ് ചെയ്തവനാണല്ലോ. എന്നിട്ട് ഞങ്ങൾ ആകാശ് മോന്റെ പോലെ ചടങ്ങൊക്കെ നടത്തിയല്ലോ. അതുപോലെ എന്ന് പറയുമ്പോഴേക്കും അമ്മായി പറയുന്നുണ്ട്, സുഭദ്രാമ്മ ക്ഷമിക്കണം, അതുപോലെയല്ല ഞങ്ങളുടെ കാര്യം. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാ. പക്ഷെ ഞങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവൾ ഞങ്ങളെ അങ്ങനെ അപമാനിച്ചു കളഞ്ഞു. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ തലകുനിക്കല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു വ്യക്തി വേണ്ട എന്ന് പറയാം കേട്ടോ അമ്മായി. നമ്മുടെ മനോരമ പറയുന്നുണ്ട്, നിങ്ങൾ കൊള്ളാലോ അമ്മായി, എത്ര പെട്ടെന്നാ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവളുടെ പേര് കീറി ഞങ്ങളുടെ കുടുംബത്തെ ഒട്ടിച്ചത്. നല്ല ഒന്നാം തരം മിടുക്ക് തന്നെ എന്ന് പറയുമ്പോഴേക്കും അമ്മായി പറയുന്നുണ്ട്, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, രാഹുകാലത്തിന്റെ മുൻപേ തന്നെ എത്തണം. പ്രീതി മോളെ വാ എന്ന് പറയുമ്പോഴേക്കും ആകാശം പ്രീതിയും പിറകിലോട്ട് ശ്രുതി വരുന്നത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മനോരമ പറയുന്നുണ്ട്, ഇതെന്താ ഇത്ര നോക്കി നിൽക്കാൻ? രാഹുകാലത്തിന് മുമ്പ് അങ്ങ് എത്തണ്ടേ? വേഗം ഇറങ്ങിക്കോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി കാറിൽ കയറി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ അശ്വിൻ. പ്രീതിയാണെങ്കിൽ കാറ് കയറുന്നതിന് മുൻപേ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അവസാനം കയറി പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വന്നിട്ട്, ദേ അമ്മായി ഞാൻ റെഡി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അമ്മായിയെ കാണുന്നില്ലേ. അപ്പോൾ മനോരമ പറയുന്നുണ്ട്, യു റെഡി ബട്ട് അമ്മായി നോട്ട് റെഡി. അവരവരുടെ മോളെയും മരുമോനെയും കൂട്ടിയിട്ട് പോയി. എന്താ അമ്മായി എന്നെ കൂട്ടാതെ പോയെന്നോ? അതെ, നിന്റെ ചേച്ചിയെയും കൂട്ടി ഇപ്പതേ അങ്ങോട്ട് പോയേ ഉള്ളൂ. വെറുതെ പോയതല്ല, നിനക്കുള്ള സമ്മാനം കൊടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ടാ പോയത്. നിന്നെ അവരുടെ ബുക്കിൽ നിന്ന് വെട്ടിയടി, മനസ്സിലായില്ലേ നിനക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി അങ്ങ് കരയാട്ടോ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ അശ്വിൻ. പിന്നീട് നമ്മുടെ അശ്വിൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ സങ്കടത്തോടെ അശ്വിനെ നോക്കുന്നുണ്ട്. അശ്വിൻ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയെയും നോക്കുന്നുണ്ട്. കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. തുടർന്ന് നമ്മുടെ ശ്യാമു അഞ്ജലിയും ഹോസ്പിറ്റലിൽ നിന്ന് എത്തുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? സ്കാനിങ്ങിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല മുത്തശ്ശി, ഇതുപോലെ അങ്ങ് ശ്രദ്ധിച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞു. അതെങ്ങനെയാ? റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഇവള് കേൾക്കില്ലല്ലോ. പഴയതുപോലെ ഓടിച്ചാടി നടക്കാനല്ലേ ഇവൾക്ക് ഇഷ്ടം എന്ന് പറയാട്ടോ മുത്തശ്ശി. അതുകൊണ്ടെന്താ മുത്തശ്ശി, ഒരു കുഴപ്പമില്ലല്ലോ. അതിപ്പോ നിന്റെ മിടുക്കാന്ന വിചാരം? ബാക്കിയുള്ളവർ ഭക്ഷണവും മരുന്നുമായിട്ട് ഇങ്ങനെ പിറകെ നടക്കുന്നോണ്ടാന്ന് പറയാട്ടോ ശ്യാം. അതെ അതെ, ശ്യാമോൻ ഒരാളുടെ മിടുക്ക് കൊണ്ട് തന്നെയാ നീയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നതെന്ന് പറയട്ടെ മുത്തശ്ശി. മതി പുകഴ്ത്തിയത്. മുത്തശ്ശിയുടെ സപ്പോർട്ട് കൂടി കിട്ടിയെന്നറിയുമ്പോൾ ഒരാൾ നിലത്തൊന്നും ആയിരിക്കില്ല എന്ന് പറയട്ടോ അഞ്ജലി ശ്യാമിനെ നോക്കിയിട്ട്. തുടർന്ന് നമ്മുടെ മനോരമയാണെങ്കിൽ അഞ്ജലിയോട് പോയ വിവരമൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, അഞ്ജലി ബേബി, ഇവിടെ ഒരു കാര്യം നടന്നു. മോളെയും മരുമോനെയും കൂട്ടാൻ വേണ്ടിയിട്ട് ആസ്ഥാന അമ്മായി വന്നിരുന്നു. അമ്മായി വരുമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. രാവിലത്തെ തിരക്കിനിടയിൽ ഞാനതങ്ങ് വിട്ടുപോയി. എല്ലാ ആകാശം പ്രീതിയും മാത്രമാണോ പോയത്?
പിന്നല്ലാതെ അവൾ പോകാനായിട്ട് എട്ടും പാണ്ടൊക്കെ എടുത്ത് ഒരുങ്ങി ഇറങ്ങി. പക്ഷേ റിജക്റ്റഡ്. അയ്യോ, ശ്രുതിയുടെ കാര്യമാണോ ആൻറ്റി പറയുന്നത്? പിന്നല്ലാതെ അവൾ പോവണ്ട എന്ന് മാത്രമല്ല, അവൾ ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും മുത്തവളെയും മരുമോനെയും വിളിച്ചിട്ട് അവരൊറ്റ പൊക്ക് എന്ന് പറയട്ടോ. പിന്നെ അഞ്ജലി ബേബി അവരെ കുറ്റം പറയാനൊന്നും നോക്കില്ല കേട്ടോ. അത്രയ്ക്ക് അഹമ്മദിത്തരല്ലേ എൻ്റെ അനിയനും ആ പെണ്ണും കൂടി കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് ശരിയായില്ലല്ലോ മുത്തശ്ശി. രണ്ടുപേരുടെയും കല്യാണം നടന്നത് ഒരു ദിവസമല്ലേ, എന്നിട്ട് ഒരാളെ മാത്രം ക്ഷണിക്കാന്ന് വെച്ചാൽ അതൊട്ടും ശരിയായില്ല. നീ പറഞ്ഞത് ശരിയാ അഞ്ജലി. അവർക്ക് ശ്രുതിയെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? അതെ അതെ, മുത്തശ്ശി പറഞ്ഞതാ അതിൻ്റെ ന്യായം. അവർക്ക് ശ്രുതിയെ വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് എന്താ എന്ന് ചോദിക്കട്ടോ ശ്യാം. ശ്രുതിയെ കൊണ്ടുപോകാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല അവർക്ക്. ഇനി അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച നമ്മളായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയട്ടെ അഞ്ജലി. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ആചാരമല്ലേ, അതൊന്നും ഇനി നമ്മളായിട്ട് തെറ്റിക്കണ്ട. ഞാൻ കുഞ്ഞനോട് പറയാം ശ്രുതിയും കൂട്ടി അവളുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. നോ ബേബി നോ, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ ആൻറ്റി, എല്ലാവരും കൂടി ചേർന്ന് ശ്രുതിയെ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കുഞ്ഞനോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അഞ്ജലി അശ്വിൻ്റെ അടുത്തേക്ക് പോകുന്നു. അഞ്ജലി പോയി കഴിഞ്ഞതിന് ശേഷം മനോരമ പറയുന്നുണ്ട്, പാവം ബേബി, അവള് പറഞ്ഞ കുഞ്ഞൻ ഇത് കേൾക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞൻ ഇത് കേട്ടാൽ തന്നെ അവളുടെ വീട്ടുകാർ അവളെ സ്വീകരിക്കോ? പുകഞ്ഞ കൊള്ളിപ്പുറത്ത് എന്ന് ഇങ്ങനെ പറയാം കേട്ടോ മനോരമ. തുടർന്ന് നമ്മുടെ അഞ്ജലി കുഞ്ഞനോട് വന്ന് ചോദിക്കുന്നുണ്ട്, കുഞ്ഞ നീ എന്താ ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാത്തെ? അവർക്ക് അവളോട് പിണക്കവും പരിഭവവും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നത്. അതൊന്നും നീ കാര്യമാക്കണ്ട. അവളെ ഇന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടണം. ചേച്ചി, ഞാൻ ഇന്നല്പം ബിസിയാണ്. ദേ കുഞ്ഞ, നീ നിന്റെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു. അത് ഞങ്ങൾക്കും കൂടി താല്പര്യം തോന്നാൻ കാരണം ശ്രുതിയാണ്. എന്നിട്ടും ഞങ്ങൾ അവളെ സ്വീകരിച്ചു. ചേച്ചി, അത് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അപ്പോയിന്റ്മെന്റാ. നിനക്കെന്നാ ഇങ്ങനെ ബിസി അല്ലാത്ത ദിവസം ഉള്ളത് കുഞ്ഞ? ഈ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടായാലും നിനക്കൊരു മീറ്റിങ്ങും മറ്റു കാര്യങ്ങളും കാണും. അതൊക്കെ ഇപ്പോൾ നീ നിർത്തിക്കോ. നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശ്രുതി. എത്ര ബിസി ആയാലും നീ അവൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം. പറഞ്ഞത് മനസ്സിലായോ? ഇന്ന് തന്നെ ശ്രുതിയുടെ വീട്ടിൽ നിങ്ങൾ പോയേ തീരൂ. അതൊരു ആചാര. കല്യാണം നിന്റെ ഇഷ്ടത്തിന് നടത്തി, പക്ഷെ ഈ പറഞ്ഞ ആചാരമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് നടത്തണം എന്ന് പറയാട്ടോ അഞ്ജലി. എന്താ കുഞ്ഞ, നീ അവളെ കൊണ്ടുപോയില്ലേ? ശരി, ചേച്ചിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കുഞ്ഞൻ. അങ്ങനെ ശ്രുതിയുമായിട്ട് അശ്വിൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണേ. ശ്രുതി ഇടയ്ക്കിടയ്ക്ക് അശ്വിനെ നോക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വീടെത്താൻ നേരത്ത് സഡൻ ബ്രേക്ക് ഇടാൻ കേട്ടോ അശ്വിൻ. അപ്പൊ ശ്രുതിയുടെ വള പൊട്ടിയിട്ട് ശ്രുതിയുടെ കൈ മുറിയുന്നുണ്ട്. അതും കൂടി കാണുമ്പോൾ അശ്വിൻ അങ്ങനെ നോക്കുന്ന സമയത്ത്, എന്താ വീടെത്തിയത് കണ്ടില്ലേ? ഗെറ്റ് ലോസ്റ്റ്, ഇറങ്ങിപ്പോ എന്ന് പറയണേ. നിങ്ങൾ വരുന്നില്ലേ? നോ, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറങ്ങി പോവാനല്ലേ നിന്നോട് പറഞ്ഞേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അവിടുന്ന് ഇറങ്ങാണേ. അങ്ങനെ ശ്രുതി പോകുമ്പോൾ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ കിടന്ന ഒരു വളപ്പൊട്ട് എടുത്തിട്ട് അശ്വൻ നോക്കുകയാണ് കേട്ടോ. അശ്വൻ കൊടുത്തിട്ടുള്ള ആ വളകൾ തന്നെയാണ് കേട്ടോ ശ്രുതി ഇട്ടിരിക്കുന്നത്. അത് ഓർക്കുന്നുണ്ട്. അതിനുശേഷം കാറിന്റെ ഗ്ലാസ് തുറന്നിട്ട് പുറത്തേക്ക് വലിച്ചെറിയാണ് കേട്ടോ. തുടർന്ന് ശ്രുതി ഇങ്ങനെ നടന്നു പോണ സമയത്ത് തങ്കച്ചേട്ടനും ഒരു സ്ത്രീയും അവിടെ നിന്ന് സംസാരിക്കണേ. അല്ല, ഇത് ശ്രുതി മോളല്ലേ വരുന്നത്? അതെ തങ്കഞ്ചേട്ടാ, ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഞാനും ഇപ്പോഴേ കേൾക്കുന്നത്. നേരിട്ട് കണ്ട സ്ഥിതിക്ക് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാലോ എന്ന് പറയാട്ടോ തങ്കൻ. ശ്രുതി മോളെ, എങ്കിലും എന്നോട് ഈ ചെറിയ വേണ്ടായിരുന്നു. എന്താ എന്ന് ചോദിക്കുമ്പോൾ, അതെ കുട്ടി, നിന്റെയാണോ നിന്റെ ചേച്ചിയുടെ കല്യാണമാണോ കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കാട്ടോ. ശ്രുതി, നിന്റെ കല്യാണം കഴിഞ്ഞോ? തങ്കച്ചേട്ടാ, ഇനിയൊന്നും ചോദിക്കാൻ പറയൊന്നും വേണ്ട. ഈ കുട്ടിയുടെ കഴുത്തിൽ താലി കിടക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി ആ താലിയിലേക്ക് നോക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്